അതിര വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. MG മോറിസ് ഗ്യാരേജ്. MGയുടെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും 1920-കളിൽ ബ്രിട്ടനിൽ പ്രവർത്തനം തുടങ്ങി വലിയ തോതിൽ വിപണി കീഴടക്കിയ ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡാണ് MG. 2006 വരെ പല ബ്രിട്ടീഷ് കമ്പനികളിൽ കൈമാറി വന്നിരുന്ന MG ബ്രാൻഡിനെ 2006-ൽ ചൈനയിലെ നാൻജിങ് ഓട്ടോമൊബൈൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു. എന്നാൽ 2007-ൽ നാൻജിങ്ങിനെ സായിക് ഷാങ്ഹായ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഏറ്റെടുത്തതോടുകൂടി ഇപ്പോൾ MG വാഹനങ്ങൾ സായിക്കിന്റെ അധീനതയിലാണ്. MG ഗ്ലോസ്റ്റർ ആണ് ഇന്ന് ഡ്രീം ഡ്രൈവിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. MG ഗ്ലോസ്റ്റർ എന്നൊരു പേര് കഴിഞ്ഞ ഓട്ടോ എക്സ്പോ, ഡൽഹി ഓട്ടോ എക്സ്പോയിൽ നമ്മൾ ഒരുപാട് കേട്ടും കണ്ടതും ആയ ഒരു പേരും ആ ഒരു വണ്ടിയുമാണ്. അതെ, ഒരു പ്രീമിയം XUV ഗ്ലോസ്റ്റർ. ഇപ്പോൾ ഗ്ലോസ്റ്ററിൻ്റെ ആ ഒരു പേര് തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് ജീനുകളിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു പേരാണത്. അതെ, ബേസിക്കലി MG എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെക്ടറും EVയും എല്ലാം വന്നപ്പോൾ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് കുറച്ച് നല്ല പ്രീമിയം അവരൊരു വലിയൊരു 7 സീറ്റർ വണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹെക്ടറിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയിൽ അടിപൊളി സെറ്റപ്പുകളൊക്കെ ആയിരിക്കും എന്ന്. ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. കൂടാതെ ആ ഒരു പ്രീമിയം ലക്ഷറി പ്രീമിയം ഫീൽ നൽകുന്ന ഒരു അത്യുഗ്രൻ ഒരു വാഹനമാണ് ഗ്ലോസ്റ്റർ. അപ്പോൾ ഗ്ലോസ്റ്ററിന്റെ ഫ്രണ്ട് പോർഷനിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു വണ്ടിയാണെന്ന്. ഈ ഒരു ഗ്ലോസ്റ്ററിന്റെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഗ്രില്ല്, അത് ക്രോം ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അത് ഫിക്സ്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അതിൽ തന്നെ ഇത് ഈ ഒരു ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പക്ക ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ തന്നെ MGയുടെ ലോഗോ, വലിയൊരു ബാഡ്ജിങ്. ഇത്രയും വലിയൊരു ഗ്രില്ല് വരുമ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുമ്പോൾ ആ വണ്ടിയുടെ വലിപ്പം അത്രയും മനസ്സിലാവും. ഒരു ബൾക്ക്നെസ്, അത്രയും വലിയ ബൾക്ക്നെസ്. ഒരു വലിയ ഡിസൈൻ സംഭവങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല. ഒരു ബോക്സ് ഷേപ്പാണ്, പക്ഷേ ഇതിൻ്റെ ഒരു മാസ് ലുക്കാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അതിൽ ഈ ഒരു ബോണറ്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഈ ഒരു ബൾജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ കറക്റ്റ് ആ ഒരു ഫീൽ, അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആ ഒരു ലുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഹെഡ് ലാംപ്സ് നോക്കുമ്പോൾ ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്, LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതെ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് DRLസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കാണാം. വളരെ ലുക്ക് തരുന്ന ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലോസ്റ്റർ വന്നിട്ടുള്ളത്. ചെറിയൊരു ബാഡ്ജിങ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഫുൾ LED ടെക്. ആ ഒരു LED ഇപ്പോൾ ഇതിൻ്റെയൊക്കെ LED ഈ ഒരു BMലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ. അപ്പോൾ അതും ഇതിലും നല്ലൊരു ക്വാളിറ്റി ഞങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ഞങ്ങളത് നോക്കിയപ്പോൾ രാത്രിയൊക്കെ നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഒരു ചെറിയൊരു C ഷേപ്പ് ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു എയർ ഇൻടേക്കിനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ടിംഗ് ഒക്കെ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റയടിക്ക് മനസ്സിലാവില്ല. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ക്രോമിയം ഫിനിഷ് ഒക്കെ നൽകിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ ഹെക്ടർ പ്ലസിലൊക്കെ കണ്ടുവന്ന പോലെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സെൻസേഴ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി ക്യാമറ, ഈ വാഹനത്തിന് ചുറ്റും ക്യാമറയുണ്ട്. MG എന്ന് ലോഞ്ച് ചെയ്തു അന്ന് മുതൽ 360 ക്യാമറ ഇന്ത്യയിലെ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി തുടങ്ങി. അപ്പം ഫ്രണ്ട് വ്യൂവിൽ ഇത്രയും സംഭവമൊക്കെയാണ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു സൈഡ് നമുക്ക് നോക്കുമ്പോൾ വണ്ടിയുടെ കുറച്ചും കൂടി ആ ഒരു വലിപ്പം, വലിയ വണ്ടി എന്നുള്ള സംഭവം മനസ്സിലാവും. അപ്പോൾ നമുക്ക് സൈഡ് നോക്കാം. നമ്മുടെ ഗ്ലോസ്റ്ററിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് വലിയൊരു സംഭവത്തിന്റെ അടുത്ത് നിൽക്കുന്ന അതേ ഒരു ഫീലാണ്. അപ്പോൾ വണ്ടിയുടെ വലിപ്പം കാണിക്കാൻ ഞാൻ ഇപ്പോൾ സൈഡ് ഇങ്ങനെ തിരിച്ചിടാൻ ചേട്ടനോട് പറഞ്ഞത്. ഈ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് ഷേപ്പാണ് മെയിൻലി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ കട്ടിങ്സോ എഡ്ജിങ് അങ്ങനെ ഷേപ്പിൽ ചെറിയ ഇവിടെ ഒരു ബോഡി ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലൈൻ കാര്യം മാത്രമേ ഉള്ളൂ.
ഈ ഒരു മസ്കുലർ ലുക്ക് ആ ഒരു ലുക്ക് മാസ് ലുക്കിൽ ഉപരി ഇതിൽ വന്നിട്ടുള്ള ടയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255, 55, R19 ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ അതായത് നമുക്ക് അറിയാം ഈ ഒരു വാഹനം വലിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ടയർ സൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ വാഹനം കിടക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു വലിയ ടയറും കാര്യങ്ങളും ഒക്കെ. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇത് 19 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലിയ ടയർ ആയിരുന്നെങ്കിൽ ഈ വണ്ടിയുടെ വലുപ്പം അനുസരിച്ചിട്ട് കുറച്ചും കൂടി ആ ഒരു ലുക്ക്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് വരുന്നത്, കുറച്ചുകൂടി വലിയ ടയർ ആയിരുന്നെങ്കിൽ അതൊരു നല്ല സംഭവമായിരുന്നു എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ടുള്ള അലോയ് വീൽസ് ഒക്കെ വന്നിട്ടുണ്ട്. MGയുടെ ചെറിയൊരു ലോഗോ പോലെ ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീലാർച്ചിന് ചെറിയൊരു കളർ ഷെയ്ഡ് വ്യത്യാസത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് ORVMൽ ഈ ഭാഗത്തായിട്ട് ക്യാമറ നൽകിയിട്ടുണ്ട്. ആ ഒരു സൈഡ് വ്യൂ, അതെ 360 ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ ആ സൈഡിലുള്ള ക്യാമറ അതാണ്. അതിൽ LED ഇൻഡിക്കേറ്ററും അവിടെ ഒരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു ബാഡ്ജിങ് കണ്ടോ, ബ്രിട്ടീഷിന്. അത് ഇതിൻ്റെ ഫ്യൂച്ചറൊക്കെ പറഞ്ഞിട്ടാണ്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ബ്രിട്ടീഷ് കമ്പനി എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ബ്രിട്ടീഷ് ബാഡ്ജിങ് വന്നത്. ആക്ച്വലി ഇത് ഗ്ലോസ്റ്റർ ആദ്യമായി ലോഞ്ച് ചെയ്തത് ഓസ്ട്രേലിയയിലാണ് ആൻഡ് രണ്ടാമത് ചൈനയിലാണ്. ചൈനയിൽ അതെല്ലാം പേര് വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഗ്ലോസ്റ്റർ എന്നുള്ള പേര് അവർ കൊണ്ടുവന്നത്. ആൻഡ് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഈ ഡോർസൊക്കെ ആയാലും അതിന് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഡോർസും കയറാനുള്ള ഹൈറ്റ് ഒക്കെ കണ്ടോ. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റോഡിയോ കൂടെയും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അത്യാവശ്യം നല്ലൊരു 4-wheel കാപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ റൺ ചെയ്യുമ്പോഴത്തേക്കും മോശം റോഡൊക്കെയാണ് 4-wheelലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെ പറ്റി ഡീറ്റെയിൽ പറഞ്ഞുതരാം. കീലെസ് എൻട്രി ആണ്, ഇവിടെ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സി ടൈപ്പ്, അത് അവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് എങ്കിലും ആ ഒരു കണക്ട് ചെയ്താണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ഒരു കളർ കോമ്പിനേഷൻ, ഈ ഒരു ക്രോമ ഇങ്ങനെ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ഒക്കെ, ഈ തേർഡ് റോയിലുള്ള ഗ്ലാസ് ഒക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു, അതെ സാധാരണ റിയസയിലേക്ക് ചെറിയ ഗ്ലാസ് ആയിരിക്കും. അപ്പൊ ഇത് അത്യാവശ്യം വലിയൊരു ഗ്ലാസ്. ബാക്ക് ഇപ്പൊ 6 സീറ്റർ ആയതുകൊണ്ട് തന്നെ റിയസയിൽ ഇരിക്കുന്നവർക്കും വെളിയിലേക്കൊക്കെ നല്ല വിസിബിലിറ്റി. ആക്ച്വലി ഇതിന്റെ കോമ്പറ്റ് ചെയ്ത് വരുന്ന എൻഡേവർ ആയാലും ഫോർച്യൂണർ ആയാലും അൾട്ടുറാസ് ആയാലും ഈ കോമ്പറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ലെങ്ത് ഉള്ള വാഹനം ഇതാണ്. വിത്തിന്റെ കാര്യത്തിൽ ആൾട്ടുറാസ് ആണ് കുറച്ച് വിത്ത് കൂടുതലാണ് ഇതിനെ അപേക്ഷിച്ചിട്ട്. പക്ഷേ ടോട്ടൽ ഓവറോൾ ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ലെങ്ത്തും വിത്തും വീൽ ബേസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ്. ശരിക്കും പ്രീമിയം ആ ഒരു കാറ്റഗറിയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ. ഇനി നമുക്ക് ബാക്ക് നോക്കണം. ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലോസ്റ്ററിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഒരുപാട് സംഭവങ്ങളോട് കാണാം, പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് അതിര അവിടെ നിന്ന് വായിക്കും. അതെ, ഫസ്റ്റ് നമ്മുടെ MGയുടെ വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന പോലെ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ബാഡ്ജ് റൈറ്റ് സൈഡിൽ. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 4-wheel ഡ്രൈവിന്റെ ആ ഒരു ബാഡ്ജിങ്ങും പിന്നെ ADAS അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം. അപ്പോൾ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസ്റ്ററിന്റെ വലിയൊരു ബാഡ്ജിങ്. ഈ ഗ്ലോസ്റ്ററിന്റെ ബാഡ്ജിങ് എന്ന് പറയുമ്പോൾ വണ്ടി മൊത്തത്തിൽ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഫില്ല് ചെയ്തിട്ടാണ്. അത്രയും അഭിമാനത്തോടെ കാഴ്ചവെക്കുന്ന ഒരു വണ്ടിയാണ് ഗ്ലോസ്റ്റർ. പിന്നെ സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമറ കാണാം. കൂടാതെ ഈ ഒരു 4 അത് ഒറിജിനൽ, അത് ഫേക്ക് ആണ്, വെറുതെ ഷോ ആണ്. ഈ ഒരു ലൈറ്റ് വർക്കിംഗ് ആണ്. കാരണം അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സാധാരണ ചില വണ്ടികൾക്കൊന്നും ഇത് വെറുതെ മറ്റേ ടൈപ്പാണ്. നമുക്ക് ഇതിന്റെ ഡിക്കി സ്പേസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം 343 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. അത് കൂടാതെ നമുക്കിത് കപ്പാസിറ്റി കൂട്ടാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല, അതിപ്പം ആ ഒരു ഹെഡ്രസ്റ്റിന്റെ ആ ഒരു ഇത് പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്പേസ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഈ ഇതൊന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് വൃത്തിക്ക് അവർ അടച്ചു വെച്ചിട്ടുണ്ട്. സൈഡിൽ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു ചെറിയ LED അല്ല, നോർമൽ ലൈറ്റാണ്. നമുക്ക് ഡിക്കി തുറന്ന് നൈറ്റ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ
ഈ ഒരു ലൈറ്റ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കോഡയിലാണോ പവർ സോക്കറ്റിൽ ഒരു ടോർച്ച് പ്ലഗ് ചെയ്യാവുന്ന ടോർച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആ ഒരു പവർ സോക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇലക്ട്രിക്കലി അടയ്ക്കാവുന്ന ഒരു ബൂട്ട് ആണ്. നമ്മൾ MGയുടെ എല്ലാ വണ്ടികളും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്പെയർ വീല് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് MG ഗ്ലോസ്റ്ററിന്റെ ബാക്ക് സൈഡ്. നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സിലാവും. നമ്മൾ ഈ ഒരു സെഗ്മെന്റ് പ്രീമിയം SUV ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വേണ്ട ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. കാര്യം ഒരു കോക്പിറ്റ് ഡിസൈനൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഗിയർ ലിവറൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സിലാവും. നമുക്കൊരു കോക്പിറ്റിനകത്തെ അതേ ടൈപ്പിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ടൈപ്പുള്ളൊരു ഓപ്പറേഷനിലാണ് ഈ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത് ഗിയർ ചേഞ്ചിങ് ഒക്കെ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പിന്നെ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും 2 ഡ്യുവൽ ടോൺ, അതായത് പ്രീമിയം നമുക്ക് BMW കാസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളുമാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ വന്നിട്ടുള്ളത്. അപ്പം കളർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്കും ഒരു ലെതർ ബ്രൗണും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതിൽ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും നാൾ നമ്മുടെ MG ഹെക്ടറിലും ഹെക്ടർ പ്ലസിലും അതുപോലെ EVയിലൊക്കെ കണ്ടുവന്നിരുന്ന മോഡൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിന്നും ഒരുപാട് മാറിയിട്ടാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. അതായത് 12.3 ഇഞ്ച് വരുന്ന ഒരു വീതി കൂടിയ ടൈപ്പുള്ളൊരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് MG പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗാന ആപ്പും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുതിയ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് ശ്രദ്ധിക്കാൻ അറിയാം, വീതി കൂടിയ സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലറിയാം. പറഞ്ഞു കഴിഞ്ഞല്ലോ 360 ഡിഗ്രി ക്യാമറ വ്യൂ, നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇതാണ് ഗാന ആപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിത് കണക്റ്റഡ് ആണ്. കൂടാതെ MGയുടെ കാര്യം അറിയാമല്ലോ, ഫസ്റ്റ് കണക്റ്റഡ് കാറായിട്ട് വന്നുകൊണ്ട് തന്നെ വോയിസ് കമാൻഡിങ് ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ബെസ്റ്റാണ്. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ വാഹനത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 360 ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങൾ നമുക്കിവിടെ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, കറക്റ്റ് എത്ര ഡിസ്റ്റൻസിലുണ്ട്, പിന്നെ റിവേഴ്സ് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയർ സൈഡിലെ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിൽ അറിയാൻ പറ്റുന്നുണ്ട്. റിയർ സൈഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ സൈഡിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ഈ ഡ്രൈവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം സേഫ്റ്റിയുടെ ഭാഗം അത്രമാത്രം നോക്കിയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ക്യാമറ കുറച്ചുകൂടെയൊക്കെ ക്ലാരിറ്റി ആവായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹോമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പം അതിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ടെമ്പറേച്ചർ, കിലോമീറ്റർ, MD ഫ്യൂളിൻ്റെ കാര്യങ്ങൾ, എത്ര ദൂരം ഓടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നീട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ AC വെൻസ് ശ്രദ്ധിക്കുമ്പോഴേക്കും അറിയാം. അതും ആ ഒരു BMWൻ്റെ ആ ടൈപ്പ് കാറുകളിൽ കണ്ടുവരുന്ന ആ മോഡലിൽ തന്നെയാണ് ഒരു AC വെൻസിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇത് വയർലെസ് ചാർജിങ് ഫോണിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫോൺ മറ്റ് വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന വെച്ചാൽ സ്ട്രെയിറ്റ് പ്ലേസ് ചെയ്യുമായിരുന്നു. അത് മാറിയിട്ട് ഇങ്ങനെ ചെരിച്ചാണ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതവിടെ ഒതുങ്ങിയിരുന്നുകൊണ്ട് ചാർജ് ആയിക്കോളും. പിന്നെ മറ്റ് USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗിയർ ലെവലിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു 2-3 ഓപ്ഷൻസ് കാണാം. അതിൽ കൊടുത്തേക്കുന്നത് വെച്ചാൽ വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വെന്റിലേറ്റർ സീറ്റിൻ്റെ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ മസാജർ വരുന്നുണ്ട്. അത് മാനുവലിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലായിട്ടാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടുവിൽ ഒരു മസാജൊക്കെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അത് 2 ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ ഹൈറ്റ് കൂട്ടാൻ പറ്റത്തില്ല. ഡ്രൈവർ പൊസിഷനിലുള്ളവർക്ക് മാത്രമേ ഹൈറ്റ് അപ്പിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഇടയാണ്. കാര്യം ഒരു പ്രീമിയം SUV ആ ഒരു കാറ്റഗറിയിലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സീറ്റിംഗ് കംഫർട്ടും ഒന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമേ അല്ല. കാര്യം അത്ര കിടുവാണ്. കാര്യം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. നല്ല രസമുള്ള ഒരു സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
നല്ല കളർ കോമ്പിനേഷനും ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. പ്രീമിയം ലെതർ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡോർ പാഡിലുള്ള മെറ്റീരിയലും ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ക ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. കൂടാതെ നല്ലൊരു സ്പീക്കറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുമുണ്ട്. അപ്പം ഇനി അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 4x4 വാഹനമാണ്. അപ്പം ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓട്ടോ ഹോൾഡ്, സ്നോ, മഡ്, സാൻഡ്, റോക്ക്, സ്പോട്ട്, അങ്ങനെ ഒരുപാട് മോഡ്സിൽ നമുക്ക് ഈ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ടെറൈൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്നോ മോഡ്, അതുപോലെ തന്നെ മഡ് മോഡ്, പിന്നെ സാൻഡ് മോഡ്, എക്കോ മോഡ്, സ്പോട്ട് മോഡ്, അങ്ങനെ തുടങ്ങി എല്ലാ ടൈപ്പുള്ള മോഡ്സും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഒരു സ്ക്രീനിലും കാണാം, അതുപോലെ തന്നെ ക്ലസ്റ്ററിലും കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ നമുക്ക് സേഫ്റ്റി സൈഡാണ് പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഡിസൈനൊക്കെ ശ്രദ്ധിക്കുന്നെങ്കിൽ അറിയാം, ഒരു സിൽവറും ഒരു ബ്ലാക്കും പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ ടൈപ്പുള്ള ഡിസൈനൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ പ്രീമിയം ആ ഒരു കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്കിതിൻ്റെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കുമ്പോഴത്തേക്കും അറിയാം, ഇത് 2 ഓപ്പണിങ്ങാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം, ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. അതായത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, കറക്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ടുള്ള, അതായത് ഡ്രൈവ് ചെയ്യുന്ന ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള കൺട്രോൾ സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൽ പാഡ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ തന്നെയാണ് എല്ലാ കൺട്രോൾസും ഉള്ളത്. വോയിസ് കമാൻഡിങ് ഓപ്ഷൻസിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ശരിക്കും ഈ ഒരു സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, നല്ല രീതിയിലുള്ള പ്രീമിയം ടൈപ്പുള്ളൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമുക്ക് ഈ ക്ലസ്റ്റർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം, കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു വെയിലൊക്കെ അടിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ക്ലസ്റ്ററിൽ എന്തൊക്കെയാണോ കാണിക്കുന്നത് അത് കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിത് ക്ലസ്റ്ററിൽ സൺറൂഫിൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. ഇത് ശരിക്കും പനാറോമിക് ആയിട്ടുള്ള സൺറൂഫാണ്. നമുക്കിപ്പോൾ ഒരു ഹാഫായിട്ട് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. നല്ലൊരു വെട്ടം വണ്ടിക്കകത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻസൈഡിലെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഈ ലൈറ്റ് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ നല്ല കണ്ണ് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡിസൈനിങ് സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ നടുക്ക് ഒരു വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു പുതിയൊരു ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ നമുക്ക് നമ്മുടെ ബൂട്ട് സ്പേസിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഇത് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. മറ്റു വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടല്ലായിരുന്നു. അത് മാറിയിട്ട് ഈ സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ വാഹനത്തിലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ADAS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. അതായത് നമുക്ക് ഡ്രൈവർക്ക് ഒരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അലേർട്ടൊക്കെ നൽകി നമ്മളെ നമുക്ക് ക്ഷീണമാണെന്നൊന്ന് അറിയിച്ചൊക്കെ തരുന്നുണ്ട്. കൂടാതെ സെമി ഓട്ടോമാറ്റിക് പാർക്കിംഗ് വരുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ റോയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും അത്രയും ഒരു വലിയ സ്പേസ് ഉള്ള വണ്ടിയാണ്. എനിക്ക് ആക്ച്വലി ഫ്രണ്ട് പോർഷനിലൊക്കെ കൂടുതലും എനിക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെൻട്രൽ റോ ആണ്. ബക്കറ്റ് സീറ്റ്സ് ആണ്. 2 ടൈപ്പ് ഓഫ് സീറ്റ്സ് ആണ്. ഇത് 6 സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 6 സീറ്റിൽ വരുമ്പോൾ ബക്കറ്റ് സീറ്റാണ് വരുന്നത്. ബെഞ്ച് സീറ്റും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ബക്കറ്റ് സീറ്റാണ് ഇഷ്ടം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല വിസ്തരിച്ചിരിക്കാം. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കൂളിംഗ് ഗ്ലാസ്സോ ഫോൺ ഇവിടെ വെക്കാം. കൂളിംഗ് ഗ്ലാസ്സും വേണമെങ്കിൽ വെക്കാം. നല്ല ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ലെതറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൻ്റെ ഒരു അങ്ങേയറ്റം എന്ന് വേണ്ടി വിശേഷിപ്പിക്കാവുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സെൻട്രൽ റോയിലോട്ട് വരുമ്പോൾ ഇവിടെ AC കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോ മോഡും മാനുവൽ മോഡും എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ടെമ്പറേച്ചറൊക്കെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോൾ അത് നോർമലാണ്. AC വിൻസ് എല്ലാം സൈഡിലാണ്, 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 2 സൈഡിലും കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ ബാറിൽ ചെറിയ ഒരു LED ഡയമണ്ടിൻ്റെ വലിയൊരു ഡയമണ്ട് വെച്ചിരിക്കുന്ന പോലെയാണ് ആ ഒരു LED കൊടുത്തിരിക്കുന്നത്.
അതും കാണാൻ നല്ല രസമുണ്ട്. പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഹാൻഡ് ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വാഹനമാണ്, അപ്പോൾ ഇറങ്ങാനും കയറാനൊക്കെ അത് കംഫർട്ടാണ്. പിന്നെ സൈഡിൽ ഈ ഡോറിൽ ഇത്രയും വലിയൊരു വിൻഡോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു. കാരണം വണ്ടിക്കകത്ത് ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ കയറി നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു ട്യൂട്ടർ വന്നിട്ടുണ്ട്, ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ അവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഈ AC-യുടെ കൺട്രോൾസിൻ്റെ അവിടെ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 2 സോക്കറ്റ്, ഒരു 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റും ഒരു USB പവർ സോക്കറ്റും, പിന്നെ വേണമെങ്കിൽ നമുക്കൊരു 3 പിന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാളെന്ന് തോന്നുന്നുണ്ട്, കാണാനില്ല. താഴെ ഇതുപോലെ തന്നെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സെൻറ്ററിന് അധികം പൊന്തിയിരിക്കാത്തതുകൊണ്ട് അധികം നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് ലോങ് ഡ്രൈവൊക്കെ പോകാനായിട്ട് ഭയങ്കര കംഫർട്ടായിരിക്കും. ആക്ച്വലി വണ്ടി ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസർ സാർ ഓടിച്ചപ്പോൾ ഞാൻ ഈ സീറ്റിലിരുന്നത്. എനിക്ക് ഫ്രണ്ട് സീറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറ്റാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു തൈ സപ്പോർട്ടും ഒരു ബാക്ക് സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് ഹെഡ് റെസ്റ്റും കണ്ടോ. ഹെഡ് റെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുന്ന കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വണ്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ പോകുന്ന തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സംഭവം കണ്ടില്ല. അപ്പോൾ അതിന് ഈ ഒരു ഗ്യാപ്പിലേക്ക് തലയും പൈസയൊക്കെ കിടന്നുറങ്ങാനൊക്കെ വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് നേരത്തെ വണ്ടി ഓടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൺറൂഫ്, അതിപ്പോൾ MGയുടെ എല്ലാ വണ്ടികൾക്കും വലിയൊരു സൺറൂഫ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ് ബാക്കിൽ ഈ ഒരു ആ റോ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ വണ്ടികളിലും 7 സീറ്റ് വണ്ടികളിൽ ബാക്ക് റോയിൽ ഉള്ള കംഫർട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റ് ചെയ്ത് വരുന്ന എൻഡേവർ ആയാലും ഫോർച്യൂണർ ആയാലും ഈവൻ അൾട്ടൂറാസ് ആയാലും നമുക്ക് ബാക്ക് റോ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിത് ഇരുന്ന് നോക്കിയിട്ട് എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ സെക്കൻഡ് റോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെയും എയർ ബാഗ്സ് 2 കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ആണ് ടോട്ടൽ വരുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്കും ഒരു കോംപ്രമൈസും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി തേർഡ് റോ ഞാൻ ഇരുന്ന് നോക്കട്ടെ. ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെൻറ്ററിൽ ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നമ്മൾ സാധാരണ കാണുന്ന 7 സീറ്റിൻ്റെ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആകെയുള്ളൊരു പ്രശ്നം തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. അത് അങ്ങനെയായിരിക്കും, തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ചെറിയ പിള്ളേർക്കെന്ന് അല്ല, നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഏജ് ഉള്ളവർക്കും വലിയ സൈസ് അല്ലാത്തവർക്കൊക്കെ അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. സെൻറ്ററിലിരിക്കുകയാണെങ്കിൽ കാലൊക്കെ നീട്ടി നല്ല വിസ്തരിച്ച് ഇരിക്കാം. ഇവിടെയും സ്പീക്കേഴ്സ് ഉണ്ട് ആൻഡ് ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ആൻഡ് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹെഡ് റെസ്റ്റും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനി ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കട്ടെ. സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ഇത് ഒളിപ്പിച്ച് വെച്ചേക്കണ പോലെയാണ്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ബക്കറ്റ് സീറ്റിലിരിക്കുന്ന 2 പേർക്ക് 2 ബോട്ടിൽ വെള്ളം വയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചാൽ അത് അകത്തേക്ക് പോയിക്കോളും. അപ്പോൾ ഞാൻ ഈ സൈഡ് ഒന്ന് ഇരുന്ന് നോക്കട്ടെ. ഇപ്പോൾ സീറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബാക്കിലോട്ട് വലിച്ചിട്ടേക്കാം കേട്ടോ. ഈ സീറ്റ് ഞാൻ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ മുട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ഫോർച്യൂണറിലും എൻഡേവറിലൊക്കെ കണ്ടിരിക്കുന്ന ബാക്ക് റോ പോലെയല്ല, കുറച്ചും കൂടി വലുതുണ്ട്. ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ ലെങ്ത്ത് ഇതിൻ്റെ കോമ്പറ്റ് ചെയ്യുന്ന ബാക്കി വണ്ടികളെക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിപ്പം നമുക്ക് ഈ ബാക്ക് റോയിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ അത്യാവശ്യം ഹാൻഡ് റെസ്റ്റ് ഉള്ളതുകൊണ്ടും പിന്നെ ഇവിടെ ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു ഗ്ലാസ് കൊടുത്തതുകൊണ്ടും ഒട്ടും തന്നെ ഒരു മുഷിപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ഇവിടെയും ആ 2 LED വന്നിട്ടുണ്ട്. കൊള്ളാം. ടോട്ടലി നോക്കുമ്പോൾ AC വിൻസ് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാണ്. ഇറ്റ്സ് ഗുഡ്, ടോട്ടലി ഗുഡാണ്. ഈ ഒരു നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഗ്ലോസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ പൊളിച്ചു.
അപ്പോൾ ഞാൻ ഈ വാഹനത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ഈസി ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒരു ടച്ചേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ വാഹനത്തിൻ്റെ 2 ലിറ്റർ ഓട്ടോമാറ്റിക് 8 സ്പീഡ് ട്രാൻസ്മിഷൻ വാഹനമാണിത്. അപ്പോൾ ഇത് 2 വേരിയൻസ് ഉണ്ട്. അതിൽ ഇത് ശരിക്കും 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ട്വിൻ ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്, ഡീസൽ എഞ്ചിൻ. അതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ അതായത് 4 വീൽ ഡ്രൈവ് അല്ല, 2 വീൽ ഡ്രൈവ് ആണ്. അതെന്ന് പറയുന്നത് വെറും ഡീസൽ ടെർബോ 2 ലിറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 218 PS പവറും അതുപോലെ 480 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു പവർഫുൾ എഞ്ചിനെയാണ് ഗ്ലോസ്റ്ററിൽ നമുക്ക് MG നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവർ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഒന്ന് ത്രോട്ടിൽ കൊടുക്കുവാണ്. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് അത്യാവശ്യം ബോഡി റോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നത്. കൂടാതെ ആ ഒരു എന്താ പറയുക, ഒരു SUV ആണെങ്കിൽ കൂടി അന്ന് ഇരുന്ന് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 8 സ്പീഡ് ട്രാൻസ്മിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കൂടാതെ നമുക്കിത് മാനുവലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം. ജസ്റ്റ് മാനുവൽ അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു, പ്ലസ് പതിയെ സ്പീഡ് കൂടിയിട്ടുണ്ട്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്ലോസ്റ്റർ നൽകുന്നത്. ശരിക്കും ഒരു SUV ആണെങ്കിൽ കൂടെ നമുക്കൊരു ശരിക്കും ഒരു ഇരുന്ന്, അതായത് നമ്മുടെ ഒരു യാത്രാസുഖത്തിന് വേണ്ടി ഒരു ഇരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഗ്ലോസ്റ്റർ ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നു. എനിക്കിതിൻ്റെ ഗിയർ ലിവറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ഒരു കോക്പിറ്റ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഏത് മോഡിലാണ് നോക്കട്ടെ ആദ്യം. ഓക്കെ, സ്പോർട്സ് മോഡിലോട്ട് ഇട്ടുണ്ട്. സ്പോർട്സ് മോഡാണ് ഏറ്റവും പവറുള്ള മോഡ്. അത് നോക്കട്ടെ. വാവ്, ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നമുക്ക് ആ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു 218 PS പവർ എഞ്ചിനാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും പവർ ഉള്ള കൂടിയ ഒരു പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ആൻഡ് സ്മൂത്താണ്. നമുക്ക് വലിയ വണ്ടികൾ ഓടിക്കുമ്പോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രയാസം നമുക്ക് തോന്നും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം, ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലാണ്, പക്ഷേ ആ ഒരു കാല് കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു പവറൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു 1 സെക്കൻഡ് ഡിലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രം ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു പോർഷെ കാൻ്റെ ഒക്കെ ഒരു ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ, നിറയെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സ്പോർട്സ് മോഡ് അങ്ങനെയാണ്. ഇനി ഞാൻ വേറൊരു മോഡ് നോക്കട്ടെ. സ്നോ നമുക്ക് ഇവിടെ വേണ്ട. മഡും ഇപ്പോൾ ടാർ റോഡാണ്. നമുക്ക് എക്കോ മോഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ. എക്കോ മോഡ്, ഓക്കെ. എക്കോ മോഡിലോട്ട് വരുമ്പോൾ ശരിയാണ്, പവർ ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പവർ ഡ്രോപ്പ് പ്രശ്നം വന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ ക്ലസ്റ്ററിലെ എല്ലാ ഡീറ്റെയിൽസും കാണാം കേട്ടോ. ഒരു 8 ഇഞ്ച് ക്ലസ്റ്ററാണ്. അപ്പം എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ടച്ച് സ്ക്രീനിലും വരുന്ന ഡീറ്റെയിൽസ് പോലെ തന്നെ അതിനകത്തും എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. ആൻഡ് ഗാനയുടെ ആപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും എൻ്റർടൈൻമെൻറ്റ് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ കാര്യങ്ങൾ, വണ്ടിയുടെ നാവിഗേഷൻ, ടയർ പ്രഷർ മോണിറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മോഡിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതൊക്കെയാണ് മോഡ് എനിക്ക് ഫീൽ. ഇപ്പോൾ എക്കോ മോഡിലായതുകൊണ്ട് തന്നെ വലിയ പവറൊന്നും ഞാൻ കൊടുക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് എല്ലാം വളരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല സ്മൂത്താണ്. MGയുടെ നമ്മൾ ഇതിന് മുമ്പും വണ്ടികൾ ഫീൽ ചെയ്ത സെയിം ഒരു ക്ലസ്റ്ററും കാര്യങ്ങളും സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റിങ്ങൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ റിലാക്സ് ആയിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിസിബിലിറ്റി ആയാലും ഈ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു വിസിബിലിറ്റി, ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് വിസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 4x4 ആണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈഡർ ആതിരയ്ക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ ഡ്രൈവും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗ്ലോസ്റ്റർ MG തരുന്ന ഒരു വാല്യുബിൾ ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ബോഡി റോള് ഉണ്ടാവും, അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഷേപ്പും ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് അത്രയും വലിയൊരു പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബോഡി റോൾ ഉണ്ട്, പക്ഷേ അതും മാന്യമായ രീതിയിൽ MG ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ആ ഒരു ഇത്, പക്ഷേ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒഴിച്ച് നെഗറ്റീവ് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും MG നീതി പുലർത്തിയിട്ടുണ്ട്.